ആടി, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും ഇറങ്ങും. പാർത്ത് സ്റ്റേഷൻ വരെ കൊണ്ടുവിടും. എന്നാ ശരിടി, അവിടെ എത്തിയിട്ട് കാണാം. ഇനി സംസാരിച്ചു നിന്നാൽ ആരെങ്കിലും കേൾക്കും. ബായ്. പതിഞ്ഞ ശബ്ദത്തിൽ അപ്പുറത്ത് നിന്നും ഫോണിൽ സംസാരിക്കുന്ന ആൾക്ക് മറുപടി നൽകി അവൾ ഫോൺ കട്ട് ചെയ്തു. ഒന്ന് നിശ്വസിച്ചു. അറിയില്ല ഇനി എന്താകുമെന്ന്. എങ്കിലും നേടണം ആഗ്രഹിച്ചത് എന്നൊരു വാശി. ബെഡിൽ നിന്നും എണീറ്റ് സ്റ്റഡി ടേബിളിൽ വെച്ചിരുന്ന പുസ്തകമെടുത്ത് അതിൽ എന്തെല്ലാമോ എഴുതി. ആ പേപ്പർ കീറി ടേബിളിൽ ലാബിൽ ലൈറ്റ് നിന്ന് താഴെ വെച്ചു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. രാത്രിയുടെ മനോഹരമായങ്ങളിൽ മുറ്റത്തെ മുല്ലമൊട്ടുകൾ വിരിയുന്ന ദൈർമല്യം പരന്നു. ഇരുട്ട് മൂടിയ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളും നിലാവെളിച്ചം പകർന്ന ചന്ദ്രനും ആ രാത്രിക്ക് അഴകുകൂട്ടി. ഡോറിൽ പതിയെ ഉള്ളു തട്ടി വിളി കേട്ടു. നന്ദന എന്ന ശബ്ദം താഴ്ത്തിയുള്ള വിളിയും കേൾക്കാം. നന്ദന കട്ടിലിന് താഴെ ആരും കാണാതെ പാക്ക് ചെയ്ത് വെച്ച ബാഗെടുത്ത് ഒരു കയ്യിൽ പിടിച്ച് ഷോൾഡറിലൂടെ സൈഡ് ബാഗും ഇട്ട് ഡോറിൻ്റെ ലോക്ക് ശബ്ദമുണ്ടാക്കാതെ പതുക്കെ തുറന്നു. വീട്ടിലെല്ലാവരും ഉറക്കത്തിലേക്ക് ഊളിയിട്ട സമയമാണ്. വേഗം വാ നന്ദ, ആരെങ്കിലും കണ്ടാൽ എൻ്റെ തല പോകും. വാ. പാർത്തി നന്ദയുടെ കയ്യിലെ ബാഗ് ഒരു കയ്യിൽ വാങ്ങി മറു കയ്യിൽ അവളുടെ കൈകൾ കൈകോർത്ത് പമ്മി പമ്മി ആ വീട് വിട്ടിറങ്ങി. പോർച്ചിൽ നിന്നും തൻ്റെ ബൈക്ക് തള്ളി ഗേറ്റ് വരെ എത്തിച്ചു. ആ സമയം അവൻ ബാഗ് അവൾക്ക് തന്നെ കൊടുത്തിരിക്കുന്നു. റോഡിൽ എത്തിയതും ബൈക്കിൽ കയറി അവളുടെ കയ്യിലെ ബാഗ് മേടിച്ച് മുന്നിൽ വെച്ചു. അവളെയും കൊണ്ട് അവൻ ബൈക്ക് പറപ്പിച്ച് വിട്ടു. നന്ദ, സൂക്ഷിച്ചു പോകണം കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എനിക്ക് ഫോൺ ചെയ്യണം. അവളുടെ കൈകളിൽ പിടിച്ച് ഓടിത്തുടങ്ങിയ ട്രെയിനിൻ്റെ ഒപ്പം വേഗത്തിൽ നടന്ന് പ്രാർത്ഥി അത്രയും പറഞ്ഞ് നന്ദ സമ്മതം പറഞ്ഞ് ഇരുവരും കൈകൾ വിട്ട് വീശി. ബായ് പാർത്തി. നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്ന് അറിയിച്ചുകൊണ്ട് ചുവന്ന കൊടി ട്രെയിനിൻ്റെ മുന്നിലേക്ക് വീശി കാണിച്ചു. ഒരു ഞരക്കത്തോടെ അല്പം മുന്നോട്ട് പോയി ട്രെയിൻ നിന്നു. തിക്കും തിരക്കും നിറഞ്ഞ ബാംഗ്ലൂർ സിറ്റിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ. അടുത്ത ട്രെയിനിൻ്റെ വരവറിയിച്ചു കൊണ്ട് സ്പീക്കറിൻ്റെ അനൗൺസ്മെൻറ്റും അവിടെയാകെ മുഴങ്ങിക്കേട്ടു. ഫോൺ ചെവിയോട് ചേർത്ത് അവൾ ട്രെയിനിൻ്റെ വാതിലിൽ പിടിയിൽ പിടിച്ച് ചുറ്റും കണ്ണോടിച്ചു. എവിടെയടി നീ? ദേ ഇവിടെ, ഇങ്ങോട്ട് നോക്ക്, നിന്റെ നേരെ. പ്ലാറ്റ്ഫോമിൽ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവൾക്ക് കൈവീശി കാണിച്ചു കൊണ്ട് ഫോണിലൂടെ പറഞ്ഞു. അവളെ കണ്ട സന്തോഷത്തിൽ നന്ദ ചിരിച്ച് തൻ്റെ ബാഗും പിടിച്ച് ഫോൺ കട്ട് ചെയ്ത് അവൾക്കടുത്തേക്ക് ചെന്നു. നന്ദ. ആ പെൺകുട്ടി നന്ദയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അവൾ തിരിച്ചും. എന്തൊക്കെയുണ്ട് സ്വാതി വിശേഷം? സുഖം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒളിച്ചോട്ടം വീട്ടിലറിഞ്ഞാൽ നിനക്ക് തിരിച്ചു പോകേണ്ടി വരുമോ? അറിയില്ല. വീട്ടിലാരെയും പേടിക്കണ്ട. പക്ഷേ അച്ഛൻ അറിഞ്ഞാൽ എന്തോ. ചിലപ്പോൾ എനിക്ക് പേടിക്കേണ്ടി വരും. അതും പറയുമ്പോൾ നന്ദന ചെറിയൊരു സങ്കടമുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ ഇത് പറ, എങ്ങനെയുണ്ടായിരുന്നു മതിൽച്ചാട്ടം? ഒന്നും പറയണ്ട, കള്ളന്മാരെയൊക്കെ സമ്മതിക്കണം. അവർ ഇരുവരും പരസ്പരം മതിമറഞ്ഞ് ചിരിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ. ഞാൻ ഒരാൾ കൂടി ഇവിടെയുണ്ട്. സ്വാതിയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ അവളെ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ. സ്വാതി അതിന് അവനെ പുച്ഛിച്ചു തള്ളി. നന്ദ, ഇത് എൻ്റെ ചെറിയ ഏട്ടൻ. ഹായ്, ആനന്ദ് മഹേശ്വർ. അവൻ നന്ദനയ്ക്ക് നേരെ കൈ നീട്ടി. ഹായ്. ഇവൾ പറഞ്ഞ് എനിക്കറിയാം ആനന്ദേട്ടനെ. ഇയാളെക്കുറിച്ച് ഈ ബുദ്ധൂസ് കുറെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എൻജിനീയറിംഗ് പഠിക്കാൻ വന്നതാണല്ലേ? ആ, നല്ലതാ. പക്ഷേ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. അവിടെ നിന്ന് വല്ല നല്ല ഫ്രണ്ട്സിനെയും നോക്കിക്കൊണ്ടു. ഇവൾ നിന്റെ കൂടെ നിന്ന എല്ലാം നശിപ്പിച്ച് കയ്യിൽ തരും. ദുഷ്ട, ഇതിനാണോ നീ എൻ്റെ കൂടെ വന്നേ? മര്യാദയ്ക്ക് വല്യേട്ടനെ വിളിച്ചാൽ മതിയായിരുന്നു. അവൻ്റെ പുറം തല്ലി പൊളിച്ചുകൊണ്ട് സ്വാതി പറഞ്ഞു. അതിന് നീ വിളിക്കാൻ അവൻ അവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഞാൻ ഉള്ളോണ്ട് നിന്റെ മാനം പോയില്ല. മാറി നിക്കടി കുരങ്ങി. സ്വാതി തള്ളി മാറ്റി ഷർട്ടിൻ്റെ കോളർ ശരിയാക്കിക്കൊണ്ട് ആനന്ദ് പറഞ്ഞു. കുരങ്ങി, നിന്നെ അവൾ ദുഷ്ട. സ്വാതി ദേഷിച്ച് നിലത്തേക്ക് ആഞ്ഞു ചവിട്ടി. നന്ദ അവരുടെ തല്ലുകൂടലെല്ലാം കണ്ട് ചിരിക്കുകയാണ്.
എന്നിട്ടെവിടെ നിന്റെ വല്യേട്ടൻ? ചിരിച്ചുകൊണ്ട് തന്നെ നന്ദ സ്വാതിയോട് ചോദിച്ചു. ഏട്ടൻ ഇന്ന് ഭയങ്കര തിരക്കാണ്. ഫ്രണ്ടിന് ജോലി കിട്ടിയതിൻ്റെ പാർട്ടി ഉണ്ട് എന്നും പറഞ്ഞ് അവിടെ അടുത്തുള്ള ഒരു പബ്ബിൽ പോയിരിക്കുക. പബ്ബിൽ DJ ലൈറ്റുകൾ പല നിറങ്ങളിലായി പ്രകാശിക്കുന്നു. ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ ആ ഹാളിൽ സ്റ്റീരിയോയിൽ നിന്നും വരുന്ന DJ സോങ്ങുകൾക്ക് താളം ചവിട്ടിക്കൊണ്ട് ബ്ലാക്ക് ജാക്കറ്റ് ധരിച്ച ഒരു യുവാവ് പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ദേവ്, മറ്റൊരു ചെറുപ്പക്കാരൻ അവനെ ഉച്ചത്തിൽ വിളിച്ചു. കയ്യിൽ ബിയർ കുപ്പി അവൻ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെ വിളിച്ച ഭാഗത്തേക്ക് നോക്കി. യെസ്. ഉരുണ്ട മുഖവും കുറ്റിത്താടിയും നിറഞ്ഞ വെളുത്ത മുഖം, ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരിയുമായി. ദേവ് മഹാശർ. ഇനി എപ്പോ വരും നിന്റെ ഏട്ടൻ? ആർക്കറിയാം, രാത്രിയാകാനാണ് ചാൻസ്. നീ വാ, പോകാം. നന്ദനയുടെ കയ്യും പിടിച്ച് സ്വാതി മുന്നോട്ട് നടന്നു. ഇനി ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം ഈ സിറ്റി കൊണ്ടുവരും എന്നോ, തൻ്റെ പ്രാണനായി മാറുന്നവൻ അവിടെ ഉണ്ടെന്നോ അറിയാതെ തുടരും.